അവിടെ ഇരിക്കടാ. ഈ കൊട മടക്ക അപ്പൊ ഇന്ന് ബസ്സൊക്കെ ആയതുകൊണ്ട് കുർബാന കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എന്റെ ഇടവയിലെ കുറച്ച് പേര് ഇവിടെ ഉണ്ട്, സമരം ചെയ്യാനുണ്ട്. അവർക്ക് കുറച്ച് വെള്ളവും കൊണ്ടുവന്നു, പിന്നെ അപ്പം കൊണ്ടുവന്നു. അപ്പൊ നമുക്കിത് മുറിച്ച് കഴിക്കാം. ഇത് എല്ലാവർക്കും തികയില്ല, അങ്ങനെ കുറേശ്ശെ എല്ലാവർക്കും വേണ്ട. അപ്പൊ നിങ്ങളിതേ എല്ലാവർക്കും കുറേശ്ശെയാണ് കൊടുക്കുക, എല്ലാവർക്കും വയറൊന്നും അറിയില്ല. അപ്പൊ പെസഹായുടെ മംഗളങ്ങൾ ഇന്നാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിച്ചതിന്റെ ദിവസമാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അതായത് ഞാൻ ഇന്ന് ബലി അർപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ചിന്തത്തിലേ ഉള്ളൂ, ഒരു പക്ഷേ എൻ്റെ ബലി പൂർത്തിയാകണമെങ്കിൽ ഇവിടെ ഒന്ന് വന്നു നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നിയതുകൊണ്ട് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വന്നു. അപ്പം എല്ലാ ആശംസ. തോന്നിയല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങളെ ഇതുവരെയായിട്ട് ഒരച്ഛന്മാരും വന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു പൗരോഹിത്യത്തിന്റെ വില അച്ഛൻ അറിയാവുന്നത് കൊണ്ട് അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെയുള്ള അച്ഛന്മാരായിട്ട് വേണം എല്ലാവരും പൗരോഹിത്യം സ്വീകരിക്കാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികനാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദുഃഖത്തിലും സന്തോഷത്തിലും ചേട്ടൻ രണ്ടുപേരും കൗൺസിലർ കാറ്റീസിൽ സ്റ്റുഡൻ്റാണ്, വൈസ് ചെയർമാനൊക്കെ. ഞങ്ങൾ 3-4 പേര് കൂടെയാണ് വന്നത്. അപ്പം അല്ല, അവരത് പരിഗണിക്കുമെന്നാണ് എൻ്റെ ചിന്ത. അവർക്കറിയാലോ നിങ്ങളുടെ ആവശ്യങ്ങൾ ജനുവിനാണെന്നുള്ളത് അവർക്കറിയാം. സ്വാഭാവികമായിട്ട് അവർ അനുകൂലമായൊരു തീരുമാനം എടുക്കും. അധികം വൈകാതെ തന്നെ ഈ ഒരു ഹോളി വീക്കിൽ തന്നെ തീരുമാനം എടുക്കുമെന്നാണ്, എടുക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നെറ്റിനമ്പള്ളി ഇടവ, നമ്മുടെ സെറിന്റെ ഒക്കെ ഇടവ, സെറിൻ കാലടി മാക്സിമം കോളേജ് നെറ്റിനമ്പള്ളി കാലടി നമ്മുടെ ശങ്കര കോളേജിൽ പുറകിലാണ്. എന്റെ പഴയ ഇടവക്കാരിയാണ്. എന്റെ പെങ്ങളൊരു നഴ്സാണ്, LF-ലാണ് പഠിച്ചത്. അതൊരു 2011-11 പഠിച്ചത്. ടെസ്സി ജോസ് ലിസിയിലാണ് ആദ്യം വർക്ക് ചെയ്തത്, പിന്നെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ വളരെ സന്തോഷം. എല്ലാ ആശംസകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.